ഹലോ ഫ്രണ്ട്സ്, നമുക്കിന്ന് കൂന്തൽ തോരൻ ഉണ്ടാക്കാം കേട്ടോ. കൂന്തലല്ലെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്തൊക്കെ കണവ എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ നമ്മളതിൻ്റെ ആദ്യം ആ തൊലിപ്പുറത്ത് ആ ഒരു തൊലി മാറ്റുക കേട്ടോ. പിന്നെ അതിലൊരു മഷി പോലെ ഒരു സാധനമുണ്ട്, അതും എടുത്ത് കളയുക. പിന്നെ ഇതിൻ്റെ ഹെഡ് ഭാഗം അത് നമ്മൾ കഴിക്കും കേട്ടോ. വീട്ടിലെ അമ്മയൊക്കെ അതിടും, അതും നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് നമുക്കെടുക്കാം. അപ്പോൾ ഇങ്ങനെ നമുക്ക് എല്ലാ കൂന്തലും കഴുകി ചെറിയ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുക്കാവേ. ഇനി ഞാനതിന് വേണ്ട സാധനങ്ങളാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ആദ്യം കൊച്ചുള്ളി, ഞാനിവിടെ ഒരു സവാളയും കൂടെ എടുക്കണേ. അപ്പം കൊച്ചുള്ളി പൊളിച്ച് മാറ്റുവാണ്. പ്ലസ് ഒരു സവാള, നമുക്ക് കുറച്ച് എടുക്കുന്ന കൊച്ചുള്ളിയുടെ ഒരു പകുതി നമുക്ക് അതിൻ്റെ അരപ്പരയ്ക്കാനും വേണം, വഴറ്റാനും വേണം. സവാളയും കൂടി ഇട്ടാൽ കുറച്ചുകൂടെ ടേസ്റ്റുണ്ട്. അപ്പോൾ ഒരു സവാളയും ബാക്കി കുറച്ചധികം ഒരു ചെറിയ ഉള്ളിയും കൂടെ എടുക്കും. നമ്മുടെ എണ്ണ നല്ല ചൂടായി കടുകൊക്കെ പൊട്ടപ്പോൾ നമുക്കതിൽ ഇഞ്ചി വെളുത്തുള്ളി ഇടാം. നല്ലവണ്ണം ചതച്ചത് കേട്ടോ. സ്കിപ്പ് ചെയ്യുന്നവർക്ക് സ്കിപ്പ് ചെയ്യാം, പക്ഷെ നമുക്ക് അത് ഇഞ്ചി വെളുത്തുള്ളി ഇടുവാണെങ്കിൽ കുറേ കൂടെ നല്ല ടേസ്റ്റ് കിട്ടും. ഒരു പച്ചമുളക്, പിന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു പകുതി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി, അതിൻ്റെ കൂടെ ഒരു സവാളയും കൂടെ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. ഇത്രയിട്ട് നമ്മൾ നല്ലവണ്ണം വഴറ്റിയെടുക്കണം. സവാള, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയ ഉള്ളി, പച്ചമുളക് ഇത്രയിട്ട് നമ്മൾ നല്ലവണ്ണം വഴറ്റിയെടുക്കണം. വഴറ്റുന്നതിനോടൊപ്പം തന്നെ നമ്മളിതിലേക്ക് ഉപ്പിടാൻ മറന്നു പോവല്ലേ, ആവശ്യത്തിന് ഉപ്പ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്താണ് ഞാൻ വഴറ്റുന്നത് കേട്ടോ. അപ്പം പെട്ടെന്ന് സോട്ടായി കിട്ടുകയും ചെയ്യും. നല്ലവണ്ണം വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച നമ്മുടെ കണവ അല്ലെങ്കിൽ കൂന്തൽ ചേർത്ത് കൊടുക്കണം. അത് ഇതിൽ നമ്മൾ ഇത് കുറച്ച് നേരം വേവിക്കണം കേട്ടോ. ഇതിൽ വേറെ വെള്ളമൊന്നും ചേർക്കണ്ട, നമ്മളെ കൂന്തളിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളും. അപ്പോൾ ഈ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കണവയും അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് അടച്ച് നല്ലവണ്ണം വേവിക്കണേ. ഞാൻ ഇതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് അടച്ച് നല്ലവണ്ണം വേവിക്കുവാണ്. അത് വേവുന്ന സമയത്ത് നമുക്കതിനുള്ള അരപ്പ് ഉണ്ടാക്കാം. അരപ്പുണ്ടാക്കാൻ ഞാൻ ചേർക്കുന്നത് നമ്മുടെ ചിരകിയ തേങ്ങ, കുറച്ച് ചെറിയുള്ളി, ബാക്കി മാറ്റി വെച്ച് കുറച്ച് ചെറിയുള്ളി ഇല്ലേ അത്, അതിൻ്റോടൊപ്പം കുറച്ച് നമ്മുടെ കുരുമുളക് കേട്ടോ, കുരുമുളകും കുറച്ച് മുളക് പൊടി, ഇത്രയും. പിന്നെ നമ്മുടെ കണവയിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി അത്യാവശ്യം അത് വെന്ത് വരികയാണ് കേട്ടോ. ഈ വെള്ളം കുറച്ച് വറ്റി വരും. അപ്പോൾ വേണം വെള്ളം ഇങ്ങനെ വറ്റി വരുമ്പോൾ വേണം നമ്മളതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് തന്നെ നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് അടച്ച് വെക്കണം. ഈ അരപ്പ് കൂടെ അതിൻ്റെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വെന്ത് കിട്ടണം. വെന്ത് നന്നായി ഇളക്കി ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. തോരൻ പരുവത്തിലാക്കി എടുക്കണം. നമ്മുടെ കണവത്തോരൻ ഇവിടെ റെഡിയായി. അപ്പോൾ ഇത് നല്ലവണ്ണം ഡ്രൈ ആയി, വെള്ളമൊക്കെ വറ്റി അത് തോരനായി കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. ബിഗിനേഴ്സിനും ട്രൈ ചെയ്യാൻ പറ്റിയ നല്ല ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇത്. അപ്പോൾ എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടാലൊന്ന് കമൻറ്റ് ചെയ്തേക്കണം. ഒപ്പം സബ്സ്ക്രൈബും ചെയ്യണേ.